ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ പിരിമുറുക്കത്തോടുകൂടി ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അതിൻ്റെ പേരിൽ പല പല രോഗങ്ങളാൽ മനസ്സിടിഞ്ഞു പോകുന്നവർ ഉണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യീശോയെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ അനുസ്മരിക്കണമേ കർത്താവേ. നിന്റെ നാമത്തിൽ അടിയൻ ഇക്കാലങ്ങളെല്ലാം ചെയ്തിട്ടുള്ള സുവിശേഷ വേലകൾ നീ ഓർക്കണമേ. അത് ഓർത്തുകൊണ്ട് ആരെല്ലാം ഇപ്പോഴ് ഈ പ്രാർത്ഥനയുടെ കീഴിൽ വരുന്നുവോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി നിന്റെ തിരുസന്നിധിയിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നുവോ കർത്താവേ, അതെല്ലാം അവരുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ നീ അവരുടെ കണ്ണത്തൊതണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിൽക്കുന്ന, അതിരുപൊടി നിൽക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാർന്ന വലതുകിടത്തിൻ്റെ ആശീർവാദം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ മാലാഖമാരെ, രക്തസാക്ഷികളെ, വിശ്വസപിതാനോസെ, വിശ്വാസപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കർത്താവേ. സുവിശേഷത്തിന് വേണ്ടി രാത്രിയും പകലും ജീവിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. അവിടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് കർത്താവേ, അത്ര കണ്ട് സുവിശേഷ വിഹിതമല്ല, എന്നാൽ ജീവിതത്തിലെ താങ്ങാനാവാത്ത ജീവിത പ്രസംഗമായിട്ട് ദൈവദിവസത്തിന് വരാൻ പോലും യോഗ്യതയില്ലെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് മടിഞ്ഞു നിൽക്കുന്ന മക്കളുടെ മേൽ കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ, സഭയുടെ പ്രാർത്ഥനയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ അങ്ങ് ഈ പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ, ജപ്തിക്കും അതുപോലെ തന്നെ വിറ്റുമാറി അന്യാധീനപ്പെട്ടു പോയവരെ, ഇങ്ങനെ ഓരോരോ തരത്തിൽ ഓരോരോ വിഷമത അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ 40-ലേറെ വർഷമായിട്ടും കർത്താവ് ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഉദ്യമത്തിനായി കർത്താവ് അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കർത്താവ് അവരുടെ യോഗ്യതയല്ല, അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് അവർ കണ്ണീരോടെയാണ് വിതക്കുന്നതെങ്കിലും കർത്താവ് ജയഘോഷത്തോടെ കുവിത കറ്റുമായി തിരിച്ചെത്തുന്ന കർഷകനെ പോലെ, സങ്കീർത്തനത്തിൽ പാടുന്ന പോലെ കർത്താവ് തിരിച്ചു വരാൻ, നിന്റെ നാമത്തെ മഹത്വപ്പെട്ട് തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മ ശക്തി അതിനെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോൻപ് കാലം ആരംഭിച്ചിരിക്കുക. നമ്മൾ നോൻപിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആത്മാവിൻ്റെ വസന്തമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മളുടെ എൻ്റെ ഇടവക തൈക്കാട്ടുശ്ശേരിയിൽ എൻ്റെ ഇടവകയിൽ ചെന്നപ്പോൾ, അവിടെ നോൻപാചരണത്തിന് വേണ്ടി ചെന്നപ്പോൾ, അപ്പോൾ പള്ളിയുടെ പുറകിൽ ആണ് എൻ്റെ മുറി, പള്ളിമുറി. അതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു പൊട്ടിക കെട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ പണ്ട് എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയി ഇരുന്നപ്പോൾ ഉണ്ട്